നമസ്കാരം. എൻ്റെ വാർത്താ ന്യൂസ് വിളക്കുവാറ. റസുൽ പൂക്കുട്ടിയുടെ വീട്ടിൻ്റെ ഇരിക്കുന്ന കൊച്ചുകുളം റോഡാണ് ഇത് പൊളിഞ്ഞു കിടക്കുന്നത്. ഈ റോഡ് ഇപ്പം 8 കൊല്ലം കഴിഞ്ഞു ഇത് പൊളിഞ്ഞു കിടന്നിട്ട്. ടാറിങ് ഇട്ടിരുന്നായിരുന്നു. പ്ലാവിലെ തൊലിയാണ് ടാർ ചെയ്തിരിക്കുന്ന മേളിൽ. ഇത് ഏറൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയായ 5-ാം വാർഡ്, കെട്ടുവിളാച്ചി 5-ാം വാർഡിൻ്റെ ഒരു ഭാഗമാണ് ഈ റോഡ്. കൊച്ചുകുളം നിവാസികൾക്ക് പോകുന്ന റോഡും ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിനകത്തോട്ട് പോകുന്ന റോഡുമാണ്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ കടന്നു പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ മറിഞ്ഞു വീണിട്ടുണ്ട്. ഈ ദുരിതാവസ്ഥ പല ആവർത്തികളിലും ഏരൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വരുന്നത്. നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ മെമ്പർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പക്ഷേ അദ്ദേഹത്തിനെയും ഇത് ബോധ്യപ്പെടുത്തിയ റോഡാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി തീർക്കണം. ആകെ 95 മീറ്ററാണ്. ഈ 95 മീറ്ററിൽ പണി പൂർത്തീകരിക്കാൻ ഇതുവരെ ഗ്രാമപഞ്ചായത്തിന് പറ്റിയിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് ഇതിന് കാരണം. ജനങ്ങളുടെ കാര്യങ്ങളിൽ അവർ മുൻപന്തി എടുക്കുന്നില്ല. അവർ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഏത് രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എന്നാലും ഈ 97 മീറ്റർ വർക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി പൂർത്തീകരിക്കണം. ഇത് 8-9 വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഈ 97 മീറ്റർ കഴിഞ്ഞ് ഉള്ള ഭാഗം 1200 മീറ്റർ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ആ റോഡ് ഇപ്പോഴും നിലനിൽക്കുന്നു, യാതൊരു കുഴപ്പവുമില്ല. ഈ റോഡും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണം. ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഇത് അവർക്ക് ഒരു നിസ്സാരമായിട്ടാണ് കാണുന്നത്. പക്ഷേ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രാത്രി നടന്നു പോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുക. ഈ വെള്ളം വന്ന് മറിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കല്ലും കുപ്പിച്ചില്ലുകളും നിരന്ന് കിടക്കുന്നു. ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് അധികാരികൾ, ഏറൂർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ കാണുന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ റോഡിന് ടെൻഡർ വിളിച്ച് ഈ റോഡ് പണി പൂർത്തീകരിക്കേണ്ടതാണ്. അത് കോൺക്രീറ്റ് ചെയ്താലേ നിൽക്കൂ. ഇത് കോൺക്രീറ്റ് തന്നെ ചെയ്യേണ്ടതാണ്. കാലങ്ങൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാതെ ടാറിങ് ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾക്ക് ബോധ്യം വരുന്ന ഒരു കേസ് കിട്ടെന്ന് പറയുന്നത് ഈ ടാറിങ്ങിൻ്റെ ഇട്ടിരിക്കുന്ന ഭാഗമാണ്. ഇത് കണ്ടോ, ഇത് പണ്ട് ചെയ്ത പ്ലാവിലെ തൊലിയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏരിയൊക്കെ കൈയിട്ട് വാരിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുവരെ ഈ റോഡ് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളുള്ള ഭാഗമാണ്. കുട്ടികളെയും കൊണ്ട് രക്ഷകർത്താക്കൾ പോകുന്ന കൂട്ടത്തിൽ കുട്ടികളുമായിട്ട് വാഹനങ്ങൾ മറിയുന്നുണ്ട്. സ്കൂട്ടർ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വലിയ വണ്ടിക്കാർക്കും ഇവിടെ എല്ലാം പൊളിഞ്ഞു വാരി കിടക്കുകയാണ്. ഇത് ശ്രദ്ധിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കോ അതല്ലെന്നുണ്ടെങ്കിൽ 5-ാം വാർഡിലെ കെട്ടുവിളാച്ചി 5-ാം വാർഡിലെ മെമ്പർക്കോ കഴിയുന്നില്ല എന്ന് വാസ്തവമാണ്. നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്? ആരോട് പറഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്യും? ഇത് 2 ആഴ്ചയ്ക്ക് ഒന്നിച്ച് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ടെൻഡർ കൊടുത്തില്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ജില്ലാ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലാ ഡയറക്ടർക്ക് പരാതി സമർപ്പിക്കുന്നതാണ്. ഈ വാർത്ത കാണുന്നവർ എത്രയും പെട്ടെന്ന് അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഈ മെറ്റൽ മൊത്തം ഇളകിപ്പോയിട്ട് 9 വർഷക്കാലമായി. ഇത് 97 മീറ്റർ മാത്രമാണ് കൊച്ചുകുളം നിവാസികൾക്ക് പോകേണ്ട വഴിയാണ്. തുടർന്ന് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെ തൊഴിലാളികളും കൂടുതലായിട്ട് ഇതിലെ
പോകുന്നതാണ്. കാരണം 100-300 വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്ന ഈ സ്ഥലത്ത് വളരെ ഗുരുതരാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പല പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് അധികാരികളെ അറിയിച്ചിട്ടുള്ളതും പഞ്ചായത്ത് മെമ്പറെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതാണ്.